എങ്ങനെയുണ്ട്? DTSന്റെ ഒറിജിനൽ ഒരു ഓഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ പ്ലേ ചെയ്ത് കേട്ടത് ഈ ജി സ്റ്റാറിന്റെ ഡീകോഡറിൽ. ഹലോ ഫ്രണ്ട്സ്, എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ജി സ്റ്റാറിന്റെ ഈ ഒരു DTSും ഡോൾബിയും സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ഡീകോഡർ മുമ്പ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് വർക്ക് ചെയ്യിക്കുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും ചാനലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഞാനിത് വർക്ക് ചെയ്ത് നോക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ഇത് വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഇത് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ മാത്രമല്ല, ഈ കമ്പ്യൂട്ടറിൽ എങ്ങനെ ഒപ്റ്റിക്കൽ ഔട്ട്പുട്ട് ഓൺ ആക്കുന്നത് എന്നുള്ളത് കൂടി കാണിക്കുന്നുണ്ട്. എന്താണെന്നറിയോ, ഒപ്റ്റിക്കൽ എങ്ങനെ ഓൺ ആവുന്നില്ല, ആ ഒപ്റ്റിക്കൽ ലൈറ്റ് കത്തുന്നുണ്ട്, പക്ഷെ ഓഡിയോ വരുന്നില്ല എന്ന് എന്നെ ഓരോരുത്തർ കോൾ ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഓൺ ആക്കേണ്ടത് എങ്ങനെയാണെന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതിന്റെ ഡിസ്പ്ലേ ഒക്കെ ഒരു ബ്ലൂ കളറിൽ വരുന്ന നല്ലൊരു ഡിസ്പ്ലേ ആണ്. അതും കുറച്ച് വലുതായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു ഡീകോഡറിന്റെ ഒരു ഡിസ്പ്ലേന്റെ ഒരു വലിപ്പം. ഇത് ഒപ്റ്റിക്കൽ 1, ഒപ്റ്റിക്കൽ 2, ARC, പിന്നെ കോയാക്സിൽ 1, കോയാക്സിൽ 2, പിന്നെ ഓക്സ്, പിന്നെ റേഡിയോ, ബ്ലൂടൂത്ത്, ഇതെല്ലാം സെലക്ട് ചെയ്യുന്ന ബട്ടണാണിത്. ഇത് സെലക്ട് ചെയ്യുന്ന കണ്ടോ, ഓക്സ് ഒക്കെ ഇതിൽ സെലക്ട് ചെയ്താൽ മതി. ഈ ഒരു ജി സ്റ്റാറിന്റെ കൺവേർട്ടറിന്റെ കൂടെ റിമോട്ട് ഉണ്ട്. റിമോട്ട് ഇല്ലെങ്കിലും നമുക്ക് ഇതിൽ തന്നെ മെനു മാറ്റാനുള്ള ഓപ്ഷൻ അതിൽ തന്നെ ഉണ്ട്. കമ്പ്യൂട്ടറിന്റെ ഈ ബോർഡിൽ നിന്നാണ് ഞാൻ ഒപ്റ്റിക്കലിന്റെ കണക്ഷൻ എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ബോർഡിൽ നിന്ന് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു LED ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് വർക്ക് ചെയ്യിക്കുന്നത്. LED ബൾബ് ഉപയോഗിച്ചിട്ട് പഴയ DVDന്റെ ഒപ്റ്റിക്കലിന്റെ സോക്കറ്റ് കുത്തിയെടുത്തിട്ട് അതിൽ ഈ LED വെച്ചിട്ടാണ് ഇതിൽ നിന്നാണ് ഞാൻ ഒപ്റ്റിക്കൽ ഫൈബർ കൊടുത്തിട്ടുള്ളത്, ഒപ്റ്റിക്കലിന്റെ കോഡ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിന്റെ ഒപ്റ്റിക്കൽ 1ലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ജി സ്റ്റാറിന്റെ ഡീകോഡറിന്റെ. ഈ കമ്പ്യൂട്ടറിന് വരുന്ന ഈ ഒപ്റ്റിക്കൽ ഔട്ടിന്റെ LED നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ തന്നെ അത് തെളിയും. അപ്പോൾ അതിൽ നമുക്ക് ഓഡിയോ ഔട്ട് വരൂല. ഓഡിയോ ഔട്ട് വരണമെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ ഓൺ ആക്കണം. അത് ഓൺ ആക്കുന്നത് ഞാൻ ഇതിന്റെ അവസാനം കാണിക്കുന്നത് എങ്ങനെ കമ്പ്യൂട്ടറിൽ ഓൺ ആക്കുന്നതെന്ന്. ഇതാണ് ഇതിന്റെ റിമോട്ട്. റിമോട്ടിൽ നമ്മൾ HDMI, ഒപ്റ്റിക്കൽ, കോയാക്സിൽ വോളിയം കൂട്ടാനും കുറക്കാനും ഒക്കെ ഉള്ള ബട്ടൺ ആ റിമോട്ടിൽ തന്നെ ഉണ്ട്. എങ്ങനെയുണ്ട്? നല്ല വർക്കിംഗാ, നല്ല കുഴപ്പമില്ലാത്ത വർക്കിംഗ്. അപ്പൊ എങ്ങനെ നമ്മൾ കമ്പ്യൂട്ടറിൽ എങ്ങനെ ഒപ്റ്റിക്കൽ ഔട്ട്പുട്ട് ഓൺ ആക്കാന്നുള്ളത് നോക്കാം. കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ റൈറ്റ് സൈഡിൽ ഒരു സ്പീക്കറിന്റെ ചിഹ്നം കാണും. അവിടെ റൈറ്റ് ക്ലിക്ക് അടിക്കുമ്പോൾ പ്ലേബാക്ക് ഡിവൈസസ് എന്ന് കാണും. ആ പ്ലേബാക്ക് ഡിവൈസസിൽ റൈറ്റ് ക്ലിക്ക് അടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ കാണുക. ഓൾറെഡി കമ്പ്യൂട്ടറിൽ ഓൺ ആയി കിടക്കുക അതിന്റെ സാധാ അനലോഗ് ഔട്ട്പുട്ട്, സ്റ്റീരിയോ ഔട്ട്പുട്ടാണ് ഓൺ ആയി കിടക്കുക. സ്പീക്കർ എന്നുള്ള ആ ഒരു ഇതിലാണ് ഓൺ ആയി കിടക്കുക. അതിൽ നമ്മൾ റിയൽ ടെക് ഡിജിറ്റൽ ഔട്ട്പുട്ടാണ് നമ്മൾ ഓൺ ആക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ഒപ്റ്റിക്കൽ ഓഡിയോ കിട്ടുക. ആ ഡിജിറ്റൽ ഔട്ട്പുട്ട് ഓൺ ആക്കണം. എന്നോട് ഒരാൾ വിളിച്ചു ചോദിച്ചാൽ LED ബൾബ് കത്തുന്നുണ്ട്, പക്ഷെ ഓഡിയോ വരുന്നില്ല. അത് നമ്മൾ ഡിജിറ്റൽ ഔട്ട്പുട്ട് ഓൺ ആക്കാത്തത് കൊണ്ടാണ് ഓഡിയോ വരാത്തത്. ആ സ്പീക്കേഴ്സിന്റെ താഴെ റിയൽ ടെക് ഡിജിറ്റൽ ഔട്ട്പുട്ട് എന്നുള്ളതിൽ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് സെറ്റ് ആസ് ഡിഫോൾട്ട് ഡിവൈസ് എന്നുള്ളതിൽ ടിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിജിറ്റൽ ഔട്ട്പുട്ട് ഓൺ ആവും. അതിൽ മാത്രം നമ്മൾ കമ്പ്യൂട്ടറിൽ മാത്രം അത് ഓൺ ആക്കിയത് കൊണ്ട് നമുക്ക് ആ ഒരു ഡിജിറ്റൽ ഔട്ട്പുട്ട് ഓൺ ആവില്ല. അപ്പൊ നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ ഒരു പ്ലെയർ ഉപയോഗിക്കും. ഇപ്പൊ MX പ്ലെയർ, പവർ DVD പ്ലെയർ. ഇപ്പൊ ഇതിൽ പവർ DVD പ്ലെയർ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ സെറ്റിംഗ്സിൽ പോയിട്ട് 2 ചാനൽ, 8 ചാനൽ, 6 ചാനൽ എന്നൊക്കെ ഉണ്ടാവും. അതിൽ SPDIF എന്നുണ്ടാവും. ആ SPDIF ഓൺ ആക്കിയാലേ നമുക്ക് ഡിജിറ്റൽ ഔട്ട്പുട്ട് കിട്ടുക. ഈ പ്ലെയറിലും കൂടി നമ്മൾ ഓൺ ആക്കിയാലേ നമുക്ക് ഓഡിയോ കിട്ടുള്ളൂ. ആ ഒരു DTS ആണെങ്കിലും ഡോൾബി ആണെങ്കിലും ആ ഓഡിയോ കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പവർ DVD പ്ലെയർ ആണെങ്കിൽ അതിൽ ഡിജിറ്റൽ ഔട്ട്പുട്ട് എന്നൊന്നും ഉണ്ടാവില്ല, SPDIF എന്നാണ് ഉണ്ടാവുക. അതാണ് നമ്മൾ ഓൺ ആക്കേണ്ടത്. SPDIF എന്ന് പറഞ്ഞാൽ സോണി ഫിലിപ്സ് ഡിജിറ്റൽ ഇന്റർഫേസ് എന്നാണ് അതിന്റെ ഒരു ഫുൾ ഫോം വരുന്നത്. ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയാം. ഇപ്പൊ ഓൺ ആക്കേണ്ടത് ഒന്നും കൂടി കണ്ടു നോക്കുക. കറക്റ്റ് ആയിട്ട് ഇതിൽ രണ്ടാമത് ഞാൻ ഒന്നും കൂടി പ്ലേ ചെയ്യുകയാണ് അത് ഓൺ ആക്കേണ്ടത് എങ്ങനെയാന്നുള്ളത്. ഇത് കറക്റ്റ് വായിച്ചു നോക്കിയിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ടിക്ക് ഇടുന്ന പോലെ ടിക്ക് ഇട്ടാൽ മതി. എനിക്ക് ഇത്രയാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ. ഇതിപ്പോ കമ്പ്യൂട്ടറിൽ ഓൺ ആക്കുന്നതാണ് ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത് ഏത് പ്ലെയറാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പൊ MX പ്ലെയർ ആണെങ്കിൽ MX പ്ലെയറിൽ അത് കയറി ഓൺ ആക്കണം, ഡിജിറ്റൽ ഔട്ട്പുട്ട് ഓൺ ആക്കണം.
പവർ DVD പ്ലെയർ ഉപയോഗിക്കുന്ന വെച്ചാൽ അതിൽ ഓൺ ആകണം. ഇതുപോലെ ഏത് പ്ലെയർ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ പവർ DVD പ്ലെയർ ആണ്. അതിൽ സെറ്റിംഗ്സിൽ കയറുക. അതിൽ 2 ചാനൽ ഉണ്ടാവും, 6 ചാനൽ ഉണ്ടാവും, 4 ചാനൽ ഉണ്ടാവും, SPDIF എന്നുണ്ടാവും, HDMI എന്നുണ്ടാവും. ഇതിൽ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഓൺ ആയി കൊടുക്കുക. ഒപ്റ്റിക്കൽ ആണെങ്കിൽ ഒപ്റ്റിക്കൽ ഓൺ ആക്കി കൊടുക്കുക, HDMI ആണെങ്കിൽ HDMI ഓൺ ആക്കി കൊടുക്കുക. ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൾ ചെയ്യാം. നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരും. പിന്നെ ഈ ഒരു G-Starന്റെ ഈ ഒരു യൂണിറ്റ് നല്ല ഒരു യൂണിറ്റ് ആണ്, നല്ല ഗെയിൻ ഉണ്ട്. ഇതിൽ 32 വരെയാണ് വോളിയം പോവുക. 32 വരെ വോളിയം പോയി ബാക്കി നമ്മൾ ആവശ്യത്തിന് നമുക്ക് വേണമെങ്കിൽ ആംപ്ലിഫയറിൽ ഓൺ ആക്കാം. അത്യാവശ്യം നല്ല ഗെയിനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. DTS ആണ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ പ്ലേ ചെയ്ത് കാണിച്ചത്. ഒരു DTS ഓഡിയോ ആണ് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചത്. അത് ഫുള്ളായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല, സിനിമേന്റെ സീനോ അങ്ങനെ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിലാണ് കാണിച്ചത്. 6 സെക്കൻഡ് 5 സെക്കൻഡ് ഒക്കെ വെച്ച് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചത്. പിന്നെ ഈ ഒരു യൂണിറ്റ് വേണമെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, എന്നെ വിളിച്ചാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി. ഇത് നമുക്ക് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്താൽ മതി, ഞാൻ കൊറിയർ വഴി അയച്ചു തരും. മാനുവൽ ആംപ്ലിഫയർ അസംബിൾ ചെയ്തിട്ട്, റിമോട്ട് ഹീറ്റ് ഇല്ലാണ്ട് മാനുവൽ ആംപ്ലിഫയർ അസംബിൾ ചെയ്തിട്ട് ഇതുപോലത്തെ യൂണിറ്റ് വെച്ച് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. നമുക്ക് നല്ല ഗെയിൻ ഔട്ട്പുട്ട് കിട്ടും, നല്ല സറൗണ്ടിങ് ഒക്കെ നല്ല നമുക്ക് ആവശ്യത്തിന് മറ്റേ ആംപ്ലിഫയറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഓഡിയോ ക്വാളിറ്റിയും കിട്ടും, നല്ല ഗെയിനും കിട്ടും. റിമോട്ട് ഹീറ്റിന് നമുക്ക് പൊതുവായിട്ട് ഗെയിൻ കുറവായിരിക്കും. ഇതൊരു റിമോട്ട് ഹീറ്റ് തന്നെയാണ്, ഒരു ഡാക്കാണ് പ്രീ ആംപ്ലിഫയർ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട